मेरे प्यारे बच्चों साहिब ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं എല്ലാ മക്കളും അടിപൊളിയല്ലേ യെസ് നാളെയാണ് നമ്മുടെ പരീക്ഷ ഏകദേശം 3-4 ദിവസത്തെ നമുക്ക് ഗ്യാപ്പ് ഒക്കെ കിട്ടി ആ ഗ്യാപ്പിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മൾ എല്ലാ പാഠഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മാഷ് വന്നിട്ടുള്ളത് നാളത്തെ പരീക്ഷയിൽ നമുക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് ആ ചോദ്യത്തെ നമുക്ക് പരിചയപ്പെടാം നാലാമത്തെ യൂണിറ്റിലെ ആ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ആ ചോദ്യം സപ്തം കി മാം പരേശാന്തി സപ്തമിന്റെ മാം സപ്തം ആരാണ് യെസ് ആരാണ് ആ നമ്മുടെ മഴവില്ലിന്റെ അമ്മ എന്തായടാ അസ്വസ്ഥനായി എന്ന് പറഞ്ഞാൽ എന്തായി ആ വളരെ ഒരു പ്രയാസത്തിലായി എന്തിനായിരിക്കും ആ പ്രയാസത്തിലായിട്ടുണ്ടാവുക ഒന്ന് നിങ്ങൾ പറഞ്ഞേ എന്തിനായിരിക്കും യെസ് സപ്തം കോ വാപ്പസ് അല്ലേ ആ സപ്തത്തിനെ കാണാതായപ്പോ അപ്പൊ സപ്തം എന്ത് ചെയ്തിരുന്നു ഭൂമിയിലേക്ക് വന്നതായിരുന്നു അങ്ങനെ എന്ത് ചെയ്യാണ് അസ്വസ്ഥനായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായി സപ്തം കോ വാപ്പസ് ദേക്കർ സപ്തത്തിനെ വാപ്പസ് ദേക്കർ തിരിച്ചു വരുന്നത് കണ്ടിട്ട് വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ദേക്കർ തിരിച്ചു വരുന്നത് എന്ത് ചെയ്തു കണ്ടിട്ട് എന്തായി വഹ് ബൗത്ത് ഖുശ് ഹുയി അവര് വളരെയധികം സന്തോഷത്തിലായി ആര് നമ്മുടെ സപ്തത്തിന്റെ അമ്മ വളരെയധികം സന്തോഷമായി എന്ന് പറയുന്നുണ്ട് ഇനി നമ്മളോട് പറയുന്നുണ്ട് എന്ത് നോക്കിക്കോ എന്താണ് നമ്മുടെ ചോദ്യം സപ്തം ഓർ മാം കെ ബീച്ച് സപ്തവും അമ്മയും തമ്മിലുള്ള ഇടയിലുള്ള ആ സംഭവിക ബാത് ജീത്ത് അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള ബാത് ജീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണം അഥവാ കോൺവെർസേഷൻ ആണ് ഈ കോൺവെർസേഷൻ നമ്മൾ എന്ത് ചെയ്യണം ആകെ ബഡായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം 4 दिन में അപ്പൊ ഈ സപ്തവും നമ്മുടെ ആ സപ്തമിന്റെ മാമും അഥവാ അമ്മയും തമ്മിലുള്ള സംഭാഷണം പ്രീവിയസ് ഇയർ ആയിട്ട് 4 മാർക്കിനൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സംഭാഷണം വന്നാൽ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും കൃത്യമായിട്ട് ഒരു നോട്ടൊക്കെ എടുത്തിട്ട് മാഷി പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ചോ അപ്പൊ മാം പറയാ കഹാം ഗയേദേ എവിടെ പോയിരുന്നു കഹാം എന്ന് പറഞ്ഞാൽ എവിടെ ഗയത് എവിടെ പോയിരുന്നു കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ എവിടെ പോയിരുന്നു അപ്പൊ സപ്തം പറയാണ് മറുപടി എന്ത് മേം ബഹുത്ത് പരേശാൻ ഹോ ഗയി എന്താണ് പറഞ്ഞത് മാം ആ എവിടെ പോയിരുന്നു മേം ഞാൻ ബഹുത്ത് വളരെയധികം പരേശാനായി വളരെയധികം പേടിച്ചു അസ്വസ്ഥനായി പോയി ഞാൻ നിന്നെ കാണാതായപ്പോൾ എന്ന് പറയാ അല്ലേ അതാണ് പറഞ്ഞത് മേം ഞാൻ ബഹുത്ത് വളരെ അല്ലേ ഞാൻ വളരെയധികം അസ്വസ്ഥനായി എന്ന് പറയാണ് അസ്വസ്ഥനായി പോയി അല്ലേ നിന്നെ കാണാതായപ്പോൾ ഞാൻ വളരെയധികം അസ്വസ്ഥനായി പോയി അപ്പൊ സപ്തം എന്താ മറുപടി പറഞ്ഞത് ധർത്തി പർ ഞാൻ എവിടെയാണ് പോയത് യെസ് ഞാൻ ഭൂമിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയിലാണ് ഞാൻ പോയത് മറ്റെങ്ങോട്ടുമല്ല ഭൂമിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എന്ന് സപ്തം മറുപടി പറയാണ് അപ്പൊ മാം പറയാണ് എന്താ മാം പറഞ്ഞത് ധർത്തി പർ ജാക്കർ ക്യാ ലഗാ ധർത്തി പർ ഭൂമിയിൽ പോയിട്ട് ജാക്കർ എന്ന് പറഞ്ഞാൽ പോയിട്ട് ക്യാ ലഗാ എന്തുണ്ടായി എന്ത് തോന്നി അല്ലേ ഭൂമിയിൽ പോയിട്ട് എന്താ ചോദിച്ചത് ആ എന്ത് തോന്നി ഭൂമിയിൽ പോയിട്ട് എന്താണ് മോനെ നിനക്ക് തോന്നിയത് എന്ന് സപ്തമിന്റെ അമ്മ ചോദിക്കുന്നതായി നമുക്ക് ചോദിക്കാം അപ്പൊ സപ്തം എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും ആ സപ്തം പറയാ മാം അമ്മേ എന്താ വേണ്ടത് പ്രകൃതി ബഹുത്ത് സുന്ദർ ഹേ പ്രകൃതി എന്താണടാ ബഹുത്ത് സുന്ദർ ഹേ വളരെയധികം അല്ലെ പ്രകൃതി എന്താണ് വളരെയധികം സുന്ദരമാണ് നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാക്കാണ് പ്രകൃതി വളരെയധികം എന്തെന്നാ പറഞ്ഞത് വളരെയധികം സുന്ദരമാണ് അമ്മേ എന്ന് എന്ത് ചെയ്യാണ് മറുപടി പറയാ പ്രകൃതി വളരെയധികം സുന്ദരമാണ് അമ്മേ എന്ന് പറയാ അപ്പൊ മാം പറയാണ് എന്താ പറഞ്ഞത് മാം തു കഹാം ടഹരാദ എന്നും ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇതാണ് മനസ്സിലാകുന്നെങ്കിൽ രഹാദ എന്നും ചോദിക്കാം രണ്ടാണെങ്കിലും എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് നീ എവിടെ താമസിച്ചു എന്നാണ് അല്ലേ നീ എവിടെ താമസിച്ചു അല്ലേ അപ്പൊ താമസിക്കുന്നതുമായി ഭൂമിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ചിത്രകഥ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തരയുടെ ചിത്രകഥ നമ്മുടെ മൈൻഡിലേക്കുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ സപ്തം ആദ്യം മരത്തിന്റെ അടുത്ത് പോയി അപ്പൊ പറഞ്ഞ എന്താ ഈ ചില്ലയിൽ നിനക്ക് വസിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞു പിന്നെ അരുവിയുടെ അടുത്തേക്ക് പോയി നിർച്ചർ അല്ലെ അരുവിക്ക് നമ്മൾ നിർച്ചർ എന്ന് പറയും നിർച്ചറിന്റെ അടുത്തേക്ക് പോയപ്പോൾ എന്താ പറഞ്ഞത് ആ ഈ അരുവിയിൽ നീ എങ്ങനെ താമസിക്കാനാണ് നിനക്ക് അനുയോജ്യമായ സ്ഥലമല്ല എന്ന് പറയുന്നു അങ്ങനെ മൂന്നാമതാണ് നിങ്ങളെപ്പോലുള്ള ഏറ്റവും ആ നല്ലൊരു കുട്ടിയുടെ അടുത്ത് പോകുന്നത് ആ കുട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആ കഥ നമ്മുടെ മൈൻഡിലുണ്ട് അപ്പൊ എന്താ
എന്താണ് നീ എവിടെ താമസിച്ചു എന്ന് സപ്തമിന്റെ അമ്മ വളരെ കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പൊ സപ്തം പറഞ്ഞത് എന്താ? മേം ഏക്ക് ലഡ്കെ കെ ഘർ മേ ഠഹരാ ഥാ. എന്താ പറഞ്ഞത്? ഞാൻ എന്താണ് ഏക്ക് അല്ലെ, ഞാൻ എവിടെ താമസിച്ചിരുന്നത്? ഏക്ക് ലഡ്കെ, ഒരു ആൺകുട്ടിയുടെ അല്ലെ, ഒരു ആൺകുട്ടിയുടെ ഗർമേ വീട്ടിലാണ് അല്ലെ, അല്ലെങ്കിൽ ജോമ്പടി കുടിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? രഹാദ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ആര് മറുപടി പറയാണ്? നമ്മുടെ സപ്തം മറുപടി പറയാണ്. അപ്പൊ മാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ബഹുത്ത് അച്ചാഹയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഇനിയും വേണമെങ്കിൽ മാർക്കിനനുസരിച്ചൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഉയർത്തിക്കൊണ്ട് പോകാം. സിമ്പിളായിട്ട് നമ്മൾ ഇത്തരത്തിൽ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ നമുക്കൊരു കോൺവെർസേഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രയാസപ്പെട്ട വാക്കുകളൊന്നും എടുത്തിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇന്നലത്തെ ലൈവുകളിലൊക്കെ പാഠം മുഴുവൻ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ പാഠത്തിന്റെ ആശയമൊക്കെ എൻ്റെ മക്കളുടെ മൈൻഡിലുണ്ട്. ഇനി വേറെ ഏതെങ്കിലും കോൺവെർസേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ പോലും പാഠഭാഗമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏത് കോൺവെർസേഷനും ഉത്തരം എഴുതാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സാറുണ്ട്. അപ്പോൾ നിങ്ങളും അത് സെറ്റായിട്ട് ഇതേപോലെ ഏത് കോൺവെർസേഷൻ വന്നാലും എഴുതണം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും വേണം. എളുപ്പല്ലേ? അപ്പൊ സപ്തവും മാം തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അഥവാ ബാത്ത് ജീത്ത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്താലാപ് എന്നും ചോദിക്കാറുണ്ട്. ബാത്ത് ജീത്ത് ഓർ വാർത്താലാപ് അല്ലെ, രണ്ടും എന്താണ്? സംഭാഷണം അഥവാ കോൺവെർസേഷൻ ആണ് എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ സപ്തവും മാമും തമ്മിലുള്ള സംഭാഷണം ഇനി നാളത്തെ പരീക്ഷയിൽ ഏത് ഗതിവിധിയിൽ ചോദിച്ചാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിച്ചു പോടാൻ പാടില്ല. ഇതാണ് ആ സംഭവം എന്നുള്ളത് എൻ്റെ മക്കൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ എഴുതും എന്നുള്ളത് അൻസാർ 100% ഉറപ്പാണ് എന്നുള്ളതും എനിക്കറിയാം. അപ്പൊ സെറ്റല്ലേ മക്കളെ? അപ്പൊ നാളത്തെ പരീക്ഷ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിങ്ങൾ എഴുതണം. എല്ലാ ചോദ്യങ്ങളും വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളത്തെ പരീക്ഷ സെറ്റ് ആക്കിക്കോ. അഗ്ലാ വീഡിയോ മേ അൻസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय बाय.